ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്നലെ OTT അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. പിന്നെ എൻ്റെ ഒരു സെക്കൻഡറി ചാനൽ സാപ്പ് മീഡിയ മലയാളം 2.0 എന്ന് പറഞ്ഞ ചാനൽ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൽ മൂവി അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ഇതിൽ കൂടുതൽ ഈ ഒരു ചാനലിൽ കൂടുതൽ OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസും ആണ്. മറ്റ് എന്താ പറയുക, മറ്റ് അപ്ഡേറ്റുകളൊക്കെ എൻ്റെ മറ്റേ ചാനലാണ് ചെയ്യാറുള്ളത്. എല്ലാവരും ഒന്ന് ആ ഒരു ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രയം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആയിരുന്നു. മനോരമ മാക്സ് ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇതിനു മുമ്പേ പുറത്തു വിട്ടിരുന്നെങ്കിലും ഇപ്പോൾ അത് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററുകളൊക്കെ അവർ പിൻവലിച്ചിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോം മാറി എന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ എന്നുള്ളത് സിദ്ധാർത്ഥ് പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മിസ് യു എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ബച്ചല മല്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആദ്യം തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മറ്റ് ഭാഷകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആമസോൺ പ്രൈം, സൺ നെക്സ്റ്റ്, ETV ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് അധോമുഖം എന്ന് പറയുന്ന സിനിമ. ഇതിനു മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമ ആഹാ തമിഴ്, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് ഈ 3 OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. തമിഴ് ഭാഷ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫ്രഞ്ച് മൂവിയാണ്, ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഫ്രഞ്ച് മൂവിയാണ് AD വിറ്റാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് 97 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ് ദ ബീസ്റ്റ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ബീസ്റ്റ് ഈ ഒരു സിനിമ സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് സൂക്ഷ്മദർശി എന്ന മലയാള സിനിമയാണ്. നസ്രിയ നസീമും അതുപോലെ തന്നെ ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തിയേറ്റർ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ Disney+ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാളം ഭാഷ കൂടാതെ പാനിന്ത്യൻ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ അർജുൻ അശോകൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിംപ്ലി സൗത്തിന്റെ ഭാഗത്തു നിന്നാണ് കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം കൂടാതെ ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ ആഴ്ച തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നുള്ളത് ജനുവരി മാസം 16 അല്ലെങ്കിൽ 17 ഈ 2 ഡേറ്റുകളാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാവുന്ന ഒരു സിനിമയാണ് ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമ. ഞാൻ കണ്ട സിനിമയാണ്, നല്ലൊരു സിനിമയാണ്, റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.